യേശുവീലൻ തോഴനെ കണ്ടേ, എനിക്കെല്ലാമായവനേ. 10,000-ങ്ങളിൽ ഏറ്റവും സുന്ദരനേ. ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ. 10,000-ങ്ങളിൽ ഏറ്റവും സുന്ദരനേ. തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു. എൻ രോഗമെല്ലാം ചുമക്കാമെന്നേറ്റവൻ. ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ. 10,000-ങ്ങളിൽ ഏറ്റവും സുന്ദരനേ. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 45-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. ദൈവം പക്ഷപാതക്കാരനല്ല, മറിച്ച് മനുഷ്യൻ പക്ഷപാതക്കാരനാണ്. ദൈവം തന്റെ സൂര്യനെ നല്ലവന്റെയും ദുഷ്ടന്റെയും മേൽ ഉദിപ്പിക്കുന്നു. അവൻ നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മേഘം വർഷിപ്പിക്കുന്നു. സ്വന്തം മതവിശ്വാസത്തിന്റെയും സ്വന്തം ബുദ്ധിയുടെയും സഹായത്തോടെ മനുഷ്യൻ പലതവണ സ്വയം ശ്രേഷ്ഠനും ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനുമായി പ്രഖ്യാപിക്കുന്നു. എന്നാൽ ഹൃദയങ്ങളെ പരിശോധിക്കാൻ ദൈവം ഒരിക്കലും വഞ്ചിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് അവന്റെ കരുതൽ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. മനുഷ്യവർഗത്തിനു വേണ്ടിയുള്ള അവന്റെ കരുതൽ രക്ഷയും നിത്യജീവനുമാണ്. കർത്താവായ യേശുക്രിസ്തു സർവ്വ മാനവരാശിക്കും വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു. മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷ ക്രൂശിൽ സഹിച്ചു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും അവൻ ഉയർത്തെഴുന്നേറ്റു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. കർത്താവിലുള്ള വിശ്വാസത്താൽ ദൈവത്തിന്റെ രക്ഷയും അവന്റെ നിരുപാധികമായ സ്നേഹവും അനുഭവിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ.